ഇന്ത്യയുടെയും ഒമാന്റെയും ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ അടുത്തിടെ അപകടത്തിൽപ്പെട്ട സാഹചര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് വിമാനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ പരസ്പരം കൈമാറാൻ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെക്കുമെന്ന വിവരം എയർ വൈസ് മാർഷൽ സി ഹരികുമാർ അറിയിച്ചത്. Look at exchanging inputs on flight safety, of what kind of incidents and accidents you have, what kind of modification you have done if there is a problem. So that agreement is on and we should be able to sign it shortly. Primarily because I said we do have a lot of common platform that we operate. ഈസ്റ്റേൺ ബ്രിഡ്ജ് എന്ന പേരിൽ ഒമാനിലെ മസീറ ദ്വീപിൽ നടക്കുന്ന സംയുക്ത വ്യോമാഭ്യാസത്തിനായാണ് ഇന്ത്യൻ വ്യോമസേന അധികൃതർ മസ്കത്തിലെത്തിയത്. 4 ദിവസം നീളുന്ന അഭ്യാസം ഈ മാസം 10-ന് അവസാനിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ 150 സൈനികരും 6 ജാഗ്വാർ വിമാനങ്ങളും ഒമാനിലെത്തിയിട്ടുണ്ട്. IL-76 ആകാശത്ത് പറക്കുമ്പോൾ ഇന്ധനം നിറയ്ക്കുന്ന IL-78 എന്നിവയും അഭ്യാസത്തിൽ പങ്കെടുക്കും. ഒമാന്റെ ജാഗ്വാർ ഹോക്ക് വിമാനങ്ങളും ഇതിന്റെ ഭാഗമാകും. ഇന്ത്യയുമായി സംയുക്ത വ്യോമാഭ്യാസത്തിന് സഹകരിക്കുന്ന ഏക ഗൾഫ് രാജ്യമാണ് ഒമാൻ. ഇന്ത്യൻ അംബാസഡർ JS മുകുൾ, മറ്റ് എംബസി ഉദ്യോഗസ്ഥർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.